ഫ്രണ്ട്സ്, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ലോൺ പ്ലാറ്റ്ഫോമാണ്. എനിക്ക് ഏകദേശം 4000 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. തിരിച്ചടയ്ക്കേണ്ടത് 4280 രൂപയാണ്. ഇത് തിരിച്ചടവ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടോ അല്ലെങ്കിൽ 3 പാർട്ടായിട്ടോ അല്ലെങ്കിൽ 4 പാർട്ടായിട്ടോ നമുക്ക് തിരിച്ചടയ്ക്കാം. 2 പാർട്ട് എന്ന് പറയുമ്പോൾ 14 ദിവസവും, 3 പാർട്ട് എന്ന് പറയുമ്പോൾ 21 ദിവസവും, 4 പാർട്ട് എന്ന് പറയുമ്പോൾ 28 ദിവസമാണ് തിരിച്ചടവായിട്ട് വരുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കും. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. എന്നാൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലോൺ പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഇത് RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക. ഇതൊരു റിവ്യൂ വീഡിയോ മാത്രമാണ്, തീരുമാനമൊക്കെ നിങ്ങളുടേതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത് പേഴ്സണൽ ലോണും അതുപോലെ മൊബൈൽ ഫിനാൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ലോണ് കാര്യങ്ങളൊക്കെയാണ്. സോ പേഴ്സണൽ ലോണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ലോണ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ ഒരു വെബ്സൈറ്റിൽ കയറി ആ വെബ്സൈറ്റ് ത്രൂ അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏകദേശം അപ് ടു 5 lakh വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം രൂപ ലോൺ എമൗണ്ട് സാങ്ഷൻ ആവുകയാണെങ്കിൽ 4800 രൂപ വെച്ച് മാസം EMI വരും, 48 മാസത്തേക്ക് എന്നാണ് ഇവരിതിൽ കാണിച്ചിട്ടുള്ളത്. സോ അതൊന്നും അത്രയൊക്കെ അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റ് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. എനിക്കൊരു 4000 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. ഇനി ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വാട്സപ്പ് വേണം, അതായത് മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വാട്സപ്പ് വേണം, ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ വേണം, ഗൂഗിൾ പേ അങ്ങനെയുള്ള UPI ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതിൽ 6 മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അവർക്ക് ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇവർ പറയുന്നത് ഒരു ക്രെഡിറ്റ് ബിൽഡർ ലോണാണ്. അതായത് സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ലോ ആയവരാണെങ്കിലും സിബിൽ സ്കോർ ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു ലോൺ വഴി നിങ്ങൾക്ക് സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉയർത്താൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ ലെൻഡർ എന്ന് പറയുമ്പം മഹോത്കർഷ് സെക്യൂരിറ്റീസ് ആൻഡ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI രജിസ്റ്റേർഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ RBI രജിസ്റ്റേർഡ് NBFC ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലെൻഡറാണ് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലോണാണ്, ശ്രദ്ധിച്ചും കണ്ടും മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഇതൊരു റിവ്യൂ മാത്രമാണ്. അപ്പോൾ ഇതാണ് RBI അപ്രൂവ്ഡ് NBFCൻ്റെ ലിസ്റ്റ്. സോ ഇതിൽ 4450 ഈ മഹോത്കർഷ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ലെൻഡർ RBI അപ്രൂവ്ഡ് NBFC ആണ് എന്നതിൽ സംശയം വേണ്ട. അതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലെൻഡർ കൂടിയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ട് പ്രോസസ് അപ്ലൈ നൗ എന്ന് പറയുന്നൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് മുമ്പ് നിങ്ങൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം സ്റ്റാർട്ട് പ്രോസസ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ ഒരു നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിനുശേഷം ഒരു 1 ടൈം പാസ്വേഡും വരും. അതും എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. ആ പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടത് അത് ചെയ്ത് കൊടുക്കുക. അലോ ദിസ് ടൈം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുള്ള എമൗണ്ട് അവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വെരിഫൈ ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. സോ എനിക്ക് അപ്രൂവൽ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 4000 രൂപയാണ്. അത് 2 പാർട്സായിട്ട് അടയ്ക്കാം. അതായത് 14 ദിവസം, അല്ലെങ്കിൽ 3 പാർട്സായിട്ട് 21 ദിവസം കൊണ്ട് അടയ്ക്കാം. അതും അല്ലെങ്കിൽ 4 പാർട്സായിട്ട് 28 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന രീതിയിലാണുള്ളത്. സോ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 200 രൂപയാണ്. GST ഓൺ ഫീ എന്ന് പറയുന്നത് 36 രൂപയാണ്. ടോട്ടൽ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത് 4250 രൂപയാണ്. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഞാൻ ഈ ഒരു ആപ്പ് റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി. എമർജൻസി പർപ്പസ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. സോ എടുക്കണോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ലോണാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ടും മാത്രം എടുക്കുക. ഇതൊരു റിവ്യൂ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്. ബട്ട് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. സോ എടുക്കാതെ ഇരിക്കുന്നതാണ് ബെറ്റർ. എന്നാൽ പോലും നമ്മളൊരു റിവ്യൂ എന്ന രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.